ഹലോ, 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസിലേക്കാണ് നിങ്ങളുടെ അഭിരുചി എന്ന് ഇതിനകം മനസ്സിലാക്കിയ കുട്ടികൾക്കുള്ളതാണ് ഈ വീഡിയോ. 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഹൈലി നല്ല പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ നല്ല കരിയറിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ IITയിലും NITയിലും അതുപോലെ തന്നെ എയിംസിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും അവർക്ക് അവിടെ പഠിച്ചിറങ്ങിയ ആളുകളുമായിട്ട് സംവദിക്കുവാനും ആശങ്കകൾ പങ്കുവെക്കുവാനുള്ള അവസരങ്ങൾ പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും ഇങ്ങനൊരു പ്രോബ്ലത്തെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് NITയിലോ അല്ലെങ്കിൽ ജിമ്മറിലോ ഒക്കെ പോയി പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിച്ചിറങ്ങിയ ആളുകളുടെ എക്സ്പോഷർ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവരവിടെ അനുഭവിച്ചിട്ടുള്ളത്, അവിടുത്തെ രീതി, പഠന രീതി, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ എന്തൊക്കെയാണ് നമുക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും കിട്ടാറില്ല. ഇതിന് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് കുട്ടികൾ അവിടുന്ന് അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് സയൻസ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്, അതുപോലെ സയൻസ് എടുക്കുന്ന സമയത്ത് സയൻസിൻ്റെ വഴി എങ്ങനെയാണ്, സയൻസ് പഠിക്കുന്ന രീതി എങ്ങനെയാണ്, 10ാം ക്ലാസ് പഠിച്ചതുപോലെ തന്നെ ആർട്സ്, സ്പോർട്സ് ഇങ്ങനെ കുറച്ചുകൂടിയൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കുന്നു, അതേ ഒരു രീതിയിൽ തന്നെയാണോ, അല്ലെങ്കിൽ കുറേ കുട്ടികളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും അവരോട് സംസാരിക്കുന്ന സമയത്തും ഒക്കെ ഉള്ള അവരുടെ ന്യൂമറിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഞാൻ പറയുന്നത് ലൈഫിൽ വരുന്ന ഒരു പ്രോബ്ലം മാത്രമല്ല കേട്ടോ, നമ്മൾ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ വരുന്ന, മാത്തമെറ്റിക്സിലൊക്കെ വരുന്ന ലോജിക്കൽ പ്രോബ്ലം സ്കില്ലിങ്, ഇങ്ങനെയുള്ള ഓരോ രീതി, ഇത് തന്നെയാണോ, നമ്മൾ ഇങ്ങനെ തന്നെയാണോ +1 +2ലേക്ക് പോകുന്ന സമയത്ത്, ഇങ്ങനെയുള്ള കുറേ അധികം ആശങ്കകൾ. അതുപോലെ തന്നെ പല കുട്ടികളും മുന്നിലേക്ക് വരുമ്പോൾ നീറ്റ്, എനിക്ക് ഡോക്ടർ ആവണം സാറേ എന്ന് പറഞ്ഞു വരും, അല്ലെങ്കിൽ എനിക്ക് IIT പഠിക്കണം സാറേ എന്ന് വന്ന് പറയും. പലപ്പോഴും മക്കളോട് ചോദിക്കുന്ന സമയത്ത് IITയിൽ ഏത് പേപ്പറാണ് എഴുതാനുണ്ടാവുക, അല്ലെങ്കിൽ ചില കുട്ടികൾക്കെങ്കിലും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാവുക JEE എഴുതുന്ന സമയത്ത്, ഇങ്ങനെ തുടങ്ങി കുറേ അധികം ആശങ്കകൾ. ചിലപ്പോൾ അവരുടെ ജീവിത വളർന്നു വന്ന രീതികളാവാം, അല്ലെങ്കിൽ വളർന്നു വന്ന സറൗണ്ടിങ്സ് ആവാം, സ്കൂളുകളാവാം, പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള നിലയിലാണ് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ 2 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് ഏപ്രിൽ ഈ വരുന്ന 19-20 ദിവസങ്ങളിൽ പ്രൊഫഷണൽസിൻ്റെ കൂടെ, ഡോക്ടേഴ്സിൻ്റെ കൂടെ, IITiansൻ്റെ കൂടെ, NITiansൻ്റെ കൂടെ 2 ദിവസം നിങ്ങൾക്ക് അവരുടെ കൂടെ നിന്ന് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കരിയർ എന്ത് ഓപ്റ്റ് ചെയ്യണം, എൻ്റെ അഭിരുചി ഞാൻ വിചാരിച്ച പോലെ തന്നെയാണോ, എൻ്റെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കും ഇത്തരം ലക്ഷ്യസ്ഥാനങ്ങളിലൊക്കെ എത്താൻ വേണ്ടി പറ്റുമോ, സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണോ, എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടോ, ഇതൊക്കെ റെക്ടിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് 2 ദിവസം പ്രൊഫഷണൽസിൻ്റെ കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ, അവിടെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരേ സമയം നമ്മൾ കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കളും പഠിക്കണം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ നമ്മൾ ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കരിയറിലേക്ക് നമ്മളിങ്ങനെ നടന്നു നീങ്ങുന്ന സമയത്ത് രക്ഷിതാക്കളും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രക്ഷിതാക്കൾ എന്ന നിലയിൽ പാരൻറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കൾക്കും അവിടെ നമ്മളൊരു സെഷൻ ഒരുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇനി ഇവരെ ഫർദർ സ്റ്റഡീസ് എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, കാര്യങ്ങൾ ഒക്കെ വിശദമായി വിശകലനം ചെയ്തുകൊണ്ടൊരു സ്ലോട്ട് നമ്മളവിടെ രക്ഷിതാക്കൾക്ക് പാരൻറ്റിങ് സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സംഭവ ബഹുലമായിട്ടുള്ള ഈ ക്യാമ്പിലേക്ക് വരുന്ന 19-നും 20-നുമാണ് നടക്കുന്നത്. നിങ്ങൾ മക്കൾ, രക്ഷിതാക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, നിങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ള ആളുകൾ, നിങ്ങളുടെ അയൽപക്കം, കുടുംബം, ഇങ്ങനെയല്ല 10ാം ക്ലാസ് കഴിഞ്ഞ് ആരുണ്ട് എങ്കിലും സയൻസാണ് അഭിരുചി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാമ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റുമൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക്, സയൻസിൽ അഭിരുചിയുള്ള കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുമല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂട്ടത്തിൽ ഒരു വാക്ക് വാലറ്റം എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 60 പേർക്ക് മാത്രമായിരിക്കും ഈ ക്യാമ്പിൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് 60 പേരെ മാത്രമാണ് ഈ ക്യാമ്പിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാവുന്നതാണ്.